മരിച്ചുപോയ നിങ്ങളുടെ അപ്പനോ അമ്മയോ അതോ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോ എന്നെങ്കിലും നിങ്ങളുടെ സ്വപ്നത്തിൽ വന്നിട്ടുണ്ടോ? അവർ വന്ന് നിങ്ങളോട് സംസാരിക്കുകയോ വിഷമം പറയുകയോ അല്ലെങ്കിൽ കൈ പിടിച്ച് കൂടെ വരാൻ ആവശ്യപ്പെടുകയോ ചെയ്തിട്ടുണ്ടോ? ഇത്തരം സ്വപ്നങ്ങൾ കണ്ടിട്ട് നെഞ്ചിടിപ്പോടെ വലിയൊരു ഭയത്തോടെ നിങ്ങൾ എപ്പോഴെങ്കിലും ഉണർന്നിട്ടുണ്ടോ? പലരും ചിന്തിക്കാറുണ്ട്, മരിച്ചവർക്ക് നമ്മളോട് എന്തെങ്കിലും പറയാനുണ്ടോ, അതോ അവർ അവിടെ വലിയൊരു അപകടത്തിലാണോ എന്ന്. ഇന്ന് സോഷ്യൽ മീഡിയയിൽ നോക്കിയാൽ ഇതിന് പിന്നിൽ പ്രേതകഥകളും ജ്യോതിഷ വഴികളും പറയുന്ന ഒത്തിരി ആളുകളെ കാണാം. എന്നാൽ ഒരു യഥാർത്ഥ വിശ്വാസി എന്ന നിലയിൽ ഇതിന്റെ പിന്നിലെ ഞെട്ടിക്കുന്ന ആത്മീയ സത്യം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ബൈബിൾ ഇതിനെക്കുറിച്ച് നൽകുന്ന കൃത്യമായ മറുപടി കേട്ടാൽ നിങ്ങളുടെ ധാരണകൾ പൂർണ്ണമായും മാറും. എന്താണ് ആ രഹസ്യം? വീഡിയോ പൂർണ്ണമായി കാണുക. ഈ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് മരണം എന്ന അവസ്ഥയെ ബൈബിൾ എങ്ങനെയാണ് നിർവചിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം. എങ്കിൽ മാത്രമേ സ്വപ്നത്തിൽ വരുന്നത് ആരാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കൂ. ബൈബിളിൽ മരണത്തെ ഏറ്റവും കൂടുതൽ വിശേഷിപ്പിച്ചിരിക്കുന്നത് നിദ്ര അല്ലെങ്കിൽ ഉറക്കം എന്നാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ ലാസറിന്റെ മരണത്തെക്കുറിച്ച് യേശുനാഥൻ പറഞ്ഞതോർക്കുക. നമ്മുടെ സ്നേഹിതനായ ലാസർ ഉറങ്ങുന്നു, ഞാൻ അവനെ ഉണർത്തുവാൻ പോകുന്നു. ഉറങ്ങുന്ന ഒരാൾക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ അറിയാൻ കഴിയില്ല. അതുപോലെ മരിച്ചവർ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിനായി കാത്തിരിക്കുകയാണ്. സഭാപ്രസംഗിയുടെ പുസ്തകം 9-ാം അധ്യായത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്, മരിച്ചവർ ഒന്നും അറിയുന്നില്ലെന്നും സൂര്യന് കീഴെ നടക്കുന്ന യാതൊരു കാര്യത്തിലും അവർക്കിനി പങ്കില്ലെന്നും. നമ്മുടെ ശരീരം മണ്ണിലേക്കും ആത്മാവ് ദൈവത്തിന്റെ അടുക്കലേക്കും മടങ്ങുന്നു. അതുകൊണ്ട് മരിച്ച ആത്മാക്കൾ ഭൂമിയിൽ അലഞ്ഞു തിരിയുന്നില്ല എന്നതാണ് ബൈബിൾ നൽകുന്ന ഒന്നാമത്തെ സത്യം. അങ്ങനെയെങ്കിൽ രാത്രിയിൽ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ അതേ രൂപത്തിൽ വരുന്നത് ആരാണ്? ബൈബിൾ അനുസരിച്ച് സ്വപ്നങ്ങൾ പ്രധാനമായും 3 ഉറവിടങ്ങളിലാണുള്ളത്. ഒന്ന്, ദൈവത്തിൽ നിന്നുള്ളത്. ദൈവം തന്റെ ദൂതുകൾ അറിയിക്കാൻ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും സ്വപ്നങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇത്തരം സ്വപ്നങ്ങൾ എപ്പോഴും വഴിനടത്തലോ മുന്നറിയിപ്പോ ആയിരിക്കും. അവ ഒരിക്കലും നമ്മെ ഭയപ്പെടുത്തില്ല. 2, നമ്മുടെ മനസ്സിന്റെ ആകുലതകൾ. അധികം ജോലി തിരക്കുകൾ കൊണ്ട് സ്വപ്നമുണ്ടാകുന്നു എന്ന് സഭാപ്രസംഗി 5:3 പറയുന്നു. മനഃശാസ്ത്രപരമായി പറഞ്ഞാൽ മരിച്ചവരോടുള്ള നമ്മുടെ കടുത്ത സ്നേഹവും അവരുടെ വേർപാട് തന്ന ആഘാതവും കാരണം നമ്മുടെ ഉപബോധ മനസ്സ് ആ രൂപങ്ങളെ സ്വപ്നത്തിൽ പുനർനിർമ്മിക്കുന്നതാണ് ഇതിന് കാരണം. 90% സ്വപ്നങ്ങളും ഇതാണ്. മൂന്നാമത്തത്, വ്യാജമായ സ്വപ്നങ്ങൾ. ഇതാണ് നമ്മൾ ഏറ്റവും ജാഗ്രത പാലിക്കേണ്ട കാര്യം. ബൈബിൾ പറയുന്നു, സാത്താൻ പോലും വെളിച്ചദൂതന്റെ വേഷം ധരിക്കാറുണ്ടെന്ന്. മരിച്ചവരുടെ രൂപത്തിൽ വന്ന് നമ്മെ ഭയപ്പെടുത്താനും ദൈവവചനത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യിക്കാനും ദുഷ്ടശക്തികൾ ശ്രമിച്ചേക്കാം. ചിലർ കാണാറുണ്ട്, മരിച്ച വ്യക്തി വന്ന് എനിക്ക് വിശക്കുന്നു, എനിക്ക് ദാഹിക്കുന്നു എന്ന് പറയുന്നതോ, എന്നെ മോചിപ്പിക്കാൻ പൂജകളോ വഴിപാടുകളോ ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നതോ. പ്രിയപ്പെട്ടവരെ, വചനപ്രകാരം ചതിക്കപ്പെടരുത്. മരിച്ചവർക്ക് അവരുടെ അവസ്ഥ മാറ്റാൻ ഭൂമിയിലുള്ളവർക്ക് കഴിയില്ല. രൂപം കണ്ട് അത് നിങ്ങളുടെ പ്രിയപ്പെട്ടവരാണെന്ന് കരുതിയാൽ നിങ്ങൾക്ക് തെറ്റി. ആ സ്വപ്നം കണ്ട് ഉണരുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ വല്ലാത്തൊരു ഭയവും അസ്വസ്ഥതയുമാണ് ഉണ്ടാകുന്നതെങ്കിൽ അത് ഉറപ്പായും ദൈവത്തിൽ നിന്നുള്ളതല്ല, ശത്രുവിന്റെ വഞ്ചനയാണ്. നിങ്ങളെ ഭയപ്പെടുത്തി വിശ്വാസത്തിൽ നിന്നും സഭയിൽ നിന്നും അകറ്റുകയാണ് ഇത്തരം വ്യാജ സ്വപ്നങ്ങളുടെ ലക്ഷ്യം. ഇത്തരം സ്വപ്നങ്ങൾ കണ്ട് നിങ്ങൾ ഉണരുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് ശാന്തനായിരിക്കുക എന്നതാണ്. കാരണം ദൈവം നമുക്ക് ഭീരുത്വത്തിന്റെ ആത്മാവിനെയല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സ്വബോധത്തിന്റെയും ആത്മാവിനെയാണ് തന്നിരിക്കുന്നത്. സ്വപ്നം കണ്ടയുടൻ മുട്ടുമടക്കി പ്രാർത്ഥിക്കുക. ആ ഓർമ്മകളെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുക. നിങ്ങളുടെ വീട്ടിലും മനസ്സിലും ദൈവവചനം മുഴങ്ങട്ടെ. സങ്കീർത്തനം 23:91 വായിച്ച് പ്രാർത്ഥിക്കുക. വചനം ഹൃദയത്തിലുള്ളപ്പോൾ ഒരു ഇരുട്ടിന്റെ ശക്തിക്കും നിങ്ങളെ ഭയപ്പെടുത്താൻ കഴിയില്ല. ഇനി ഇത്തരം സ്വപ്നങ്ങൾ ആവർത്തിച്ചു വന്ന് നിങ്ങളെ മാനസികമായി തളർത്തുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആത്മീയ പിതാക്കന്മാരോടോ സഭാ ശുശ്രൂഷികളോടോ സംസാരിച്ച് ഒരുമിച്ച് പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ടവരെ, ഓർക്കുക, മരണമെന്നത് അവസാനമല്ല. ക്രിസ്തുവിൽ മരിച്ചവർ കർത്താവിന്റെ സന്നിധിയിൽ സുരക്ഷിതരായി വിശ്രമിക്കുകയാണ്. നാം അവരെ വീണ്ടും കാണുമെന്ന വലിയ പ്രത്യാശ നമുക്കുണ്ട്.
അതുകൊണ്ട് സ്വപ്നങ്ങളെ ഓർത്ത് വ്യാകുലപ്പെടാതെ സമാധാനത്തോടെ ഉറങ്ങുക. ദൈവത്തിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും പ്രിയപ്പെട്ടവരിലേക്കും ഷെയർ ചെയ്യുക. കാരണം ഒത്തിരി ആളുകൾ ഇത്തരം സ്വപ്നങ്ങൾ കണ്ട് ഭയത്തിലും അന്ധവിശ്വാസത്തിലും കഴിയുന്നുണ്ടാകാം. നിങ്ങളുടെ അനുഭവങ്ങൾ താഴെ കമന്റ് ചെയ്യുമല്ലോ. ഇതുപോലെയുള്ള കൂടുതൽ ആത്മീയ ചിന്തകൾക്കായി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.